സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സങ്കട കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഗൗരി ശങ്കരൻ തീരാൻ പോവാണ്. അപ്പൊ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും അറിഞ്ഞു കാണൂലേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. ഇനി വരുന്നത് നല്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ ശങ്കരൻ. ഇനി ശങ്കറിന്റെ ഒരു എന്താ പറയാ ആ ഒരു നേട്ടവും പിന്നെ ഗൗരി അനുഭവിക്കുന്ന ആ ഒരു സങ്കടക്കടലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. ഇനി ആരും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടു നിർത്തിയത് ഗൗരി ജയിലിൽ കിടന്ന് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ്. അപ്പം മഹാദേവനും സങ്കടമായി ഗൗരി ഗർഭിണിയാണ് എന്നറിഞ്ഞ സമയത്ത് അപ്പൊ ഇവരെല്ലാവരും വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. പിന്നെ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ആള് അപ്പോഴാണ് അറിയുന്നത് ഗൗരിയും ജയിലിൽ പോയി എന്നുള്ള കാര്യം. അപ്പോൾ ആളാകെ വളരെ വിഷമത്തില് ഇവരെല്ലാവരും കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ശങ്കർ നിൽക്കുന്നത്. അപ്പൊ ശങ്കർ കുഞ്ഞുടുപ്പ് കെട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ കുഞ്ഞ് എന്നോട് ക്ഷമിക്കൂ കമലേടത്തി എന്ന് ചോദിച്ചാണ് ശങ്കർ കരയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട് ആകെ തകർന്ന് അടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, മുമ്പോട്ട് എന്താ ചെയ്യുക എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഗൗരീനെയാണ്. അപ്പൊ ഗൗരി ജയിലിൽ ചെന്നു. അപ്പൊ ജയിലിൽ ചെന്നപ്പോഴത്തേനും അവരുടെയൊക്കെ പെരുമാറ്റം അതൊക്കെ വല്ലാത്ത മോശമായിരുന്നു. പിന്നെ ധ്രുവന്റെ കൂടെ ഒരു എന്താ പറയാ നവീൻ പുതിയൊരു അതിഥിയെ ധ്രുവനെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, ആ ജയിൽ സൂപ്രണ്ടാണ്. അതായത് ആ ജയിലിലെ കാവല് നിൽക്കുന്ന ഒരു പോലീസുകാരിയാണ് കേട്ടോ. അതാണ് നമ്മുടെ ധ്രുവനെ കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നത്. ആ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നത് ആരാണ്, നിനക്കാരാ ഈ ഫോട്ടോ എടുത്തു തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ധ്രുവൻ നവീനോട്. അപ്പൊ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ധ്രുവനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഗൗരി ജയിലിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അവള് ജയിലിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ എൻ്റെ പൊന്ന് നവീമച്ചാനെ പൊളിച്ചടുക്കി. അപ്പൊ നമ്മളാണല്ലേ ജയിച്ചത്, പിന്നല്ലാതെ നീ എന്താ ധ്രുവ കരുതിയത്? അവൻ നമുക്കിട്ട് പണിതാല് അതിന്റെ ഇരട്ടി. ഇപ്പൊ കണ്ടോ ശങ്കർ ബായ് നടിഞ്ഞ് തരിപ്പണായിട്ടിരിക്കുകയാണ്. ഇനി നമ്മള് ഗൗരിക്കിട്ട് പണി കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ മച്ചാനെ, ധ്രുവ നീ പറഞ്ഞോ, നിന്റെ ദേഷ്യവും പകയും എല്ലാം ഇതോടെ തീരണം എന്ന് ഉടനെ നവീൻ ഇങ്ങനെ പറയാണ്. അത് മാത്രല്ല ഗൗരി അവളുണ്ടല്ലോ, അവൾ ഒരിക്കലും ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല. അവൾ അവിടെ കിടന്ന് അനുഭവിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവക്ക് വയറ്റിലുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ആ കുഞ്ഞ് ഒരു കാരണവശാലും ശങ്കർ മഹാദേവന്റെ കുഞ്ഞിനെ ഒരിക്കലും ഗൗരി ചുമക്കാൻ പാടില്ല. നവീൻ ബ്രോയ്ക്കുള്ള ആളാണ് ഗൗരി. അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞും പുറത്തു വരാൻ പാടില്ല എന്ന് ഇവളെ പറഞ്ഞ് ഏർപ്പിക്കുകയാണ് ഇവര് രണ്ടുപേരോടെ ചേർന്ന്. അപ്പൊ ഇവളുടെ ശിങ്കിടിയാണ്. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ. അപ്പോൾ ഗൗരി ഇനി അനുഭവിക്കണം എന്ന് തീരുമാനിച്ചു ഇവര്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിലാണ് കാണുന്നത്. അപ്പൊ ജയിലില് ഇവള് ചെന്നിട്ട് ഗൗരിയുടെ കൂടെ ഉണ്ടായിരുന്നവരെ മാറ്റി, അതായത് ഇവരുടെ ശിങ്കിടികളുണ്ടല്ലോ, അതായത് പിന്നെ നല്ല ഉപദ്രവിക്കുന്നതൊക്കെയുള്ള ആൾക്കാര്, ഇവക്കിട്ട് പണി കൊടുക്കാൻ തന്നെ അവനെയും കൂടി ഈ കൂടത്തിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പൊ ഇവരെ കൂടെ കിടത്തുമ്പോഴത്തേനും ഗൗരിക്ക് ആകെ ഒരു പേടി. എന്താടി, കള്ളനോട്ട് കേസിലെ പ്രതിയല്ലേ നീ? നമ്മളത് ഒന്നുമല്ലെന്നേ. അവളെ കണ്ടു പഠിക്കുക. ഒന്നുമില്ല, കോടതിയിലെ 1 കോടി രൂപയാ കള്ളനോട്ട് അവള് കെട്ടിവെച്ചത്. എന്നിട്ട് വല്ല കൂസലുണ്ടോ നോക്കവക്ക് എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ ആകെ പുച്ഛഭാവത്തില് വല്ലാണ്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൗരിക്ക് കുഞ്ഞാന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമോ സങ്കടത്തിലോ ഒക്കെയാണ്. അപ്പൊ ആളാകെ തകർന്നടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. കമൽ എത്ര ആശ്വസിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഗംഗ ശങ്കറിന്റെ അടുത്തേക്ക് വരുവാണ്. ശങ്കർ, നീ എന്താ നീ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഗൗരി എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുക എന്നൊക്കെ ശങ്കറിനോട് ഗംഗ ഇങ്ങനെ ചോദിക്കുകയാണ്. നിനക്കറിയോ ഗംഗെ, ഞാന് ശങ്കർ മഹാദേവനായി ഇത്രയും നാള് തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരി അവൾ തന്ന ധൈര്യം പിന്നെ അവളുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ നിന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിനക്കറിയോ, അവള് പോയതോടെ ഈ ശങ്കർ മഹാദേവൻ ഒന്നും അല്ലാണ്ടായി. ശങ്കർ മഹാദേവന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയി ഗംഗെ. ഇനി ശങ്കറിന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. നീ ഒന്ന് ഓർത്ത് നോക്ക്, എന്റെ കുഞ്ഞു പോലും ഈ അച്ഛനെ ശപിക്കുന്നുണ്ടാവില്ലേ? അവളുടെ വയറ്റില് ഞാൻ എത്ര സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഈ ചാരങ്ങാട്ടില് ആദ്യത്തെ അനന്തരാവകാശി വരുന്നതിന്റെ സന്തോഷം എന്തുമാത്രം അനുഭവിക്കേണ്ട കുഞ്ഞാ. അത് ഞാനൊരു കാരണമല്ലേ ഇപ്പം അവള് ജയിലിൽ കിടക്കേണ്ടി വന്നത്.
നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചായിരുന്നില്ലല്ലോ ചെയ്തത്. പക്ഷെ ഗംഗെ, എനിക്ക് ഒരിക്കലും എന്നോട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് തീരാത്ത അത്ര ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും എന്നോട് ക്ഷമിക്കില്ല. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. ഗൗരി എന്നോട് ക്ഷമിക്കുവോ? എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചെയ്തതോർത്ത ഗൗരി എന്നോട് ക്ഷമിക്കുവോ ഗംഗെ? അതൊന്നുമില്ല. ഗൗരിക്ക് ഒരിക്കലും ഒരു ദേഷ്യവും വരില്ല. നീ ഒന്ന് പറയുന്ന കേക്ക് ശങ്കർ. നീ പഴയത് പടി ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗൗരിയെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. ഗൗരി ഇങ്ങനെ ജയിലിൽ കിടക്കാനുള്ള ആളല്ല, നിന്റെ ഭാര്യയാണ്. അപ്പോ നീ വേണം മുന്നിട്ടിറങ്ങാൻ. പക്ഷെ എനിക്കതിനുള്ള ശക്തിയില്ല. ഇനി എന്ത് ചെയ്യണമെന്നോ ആരോട് എന്ത് ചോദിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. നീ ഒന്ന് സമാധാനിക്ക എന്നൊക്കെ പറഞ്ഞ് ഗംഗ വളരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും ശങ്കറിന് ഒരു സമാധാനവും ഇല്ല. രാത്രിയാകുമ്പോൾ എന്താ പറയുക, ഗൗരി ഓർത്ത് ചാടി എഴുന്നേൽക്കുന്നു, കുടിക്കുന്നു, മദ്യപിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് എന്താ പറയാ, ഒരു മാനസിക രോഗത്തിന്റെ ഒരു ഇതിലേക്ക് ശങ്കർ അങ്ങ് മാറുകയാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ മഹാദേവനും വല്ലാത്ത സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും കുട്ടിശങ്കരൻ എന്ത് പ്രശ്നത്തിലാണെങ്കിലും ഇത്രയും വലിയ പ്രശ്നം നമ്മുടെ ഒന്നുമില്ലെങ്കിലും ഗൗരി ഗർഭിണിയാന്ന് പറയുന്ന കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇനി എന്താ ചെയ്യുക എന്ന് മഹാദേവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ രാധാമണിക്കാണെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞോ, ഗംഗയുടെ വയറ്റിലാണ് നമ്മുടെ ശങ്കറിന്റെ കുഞ്ഞ് വളരേണ്ടത്. അവൾ അവിടെ തന്നെ കിടക്കട്ടെ, അവളും അവളുടെ കുഞ്ഞും. പക്ഷെ രാധാമണി, നീ എന്താ പറയുന്നത്? അത് വളരുന്നത് നമ്മുടെ ശങ്കറിന്റെ കുഞ്ഞാ അവളുടെ വയറ്റിലുള്ളത്. അത് നീ മറന്നു പോകരുത്. ഈ എന്റെ പൊന്നു മനുഷ്യ, അതെ, അവളുടെ കുഞ്ഞുമായിട്ട് ആ കള്ളപ്പണക്കാരിയും അതുപോലെ തന്നെ ആ എന്താ പറയാ കള്ളനോട്ട് കേസിൽ അവൾ അറസ്റ്റിലായി. അത് മാത്രമല്ല, അവളുടെ ആങ്ങളെയാണെങ്കിലോ, അതാണെങ്കിൽ ബാങ്കിനെ പറ്റിച്ച കേസിൽ അവനും അകത്ത്. ഇനി ആ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. അത് അങ്ങനെ തന്നെ അങ്ങ് തീരട്ടെ. ആ കുഞ്ഞ് അത് അധിക കാലമൊന്നും ഉണ്ടാവില്ല. അത് ജനിക്കുവോ അത് ഉണ്ടോന്ന് തന്നെ ആർക്കറിയാം. ഒരു പ്രാവശ്യം നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് നിങ്ങൾ മറന്നുപോയോ? അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടില്. അപ്പൊ മഹാദേവനും ഒരു ലാക്കായ പോലെ ആയിട്ടോ. പിന്നെ കാണുന്നത് ശംസാറിന്റെ വീട്ടിലാണ്. അപ്പം ഈ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് ഭയങ്കര കരച്ചിലും വിഷമവും ഒക്കെ ആയിട്ട് ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഗൗരി മോളെ എങ്ങനെയാ ശ്യാമയെ പുറത്തിറക്കുക? എനിക്കറിയില്ല എൻ്റെ അമ്മേ, അങ്ങനെ ജാമ്യം കിട്ടാത്ത വകുപ്പാ, എന്ത് ചെയ്യും? പക്ഷെ ശങ്കർ അവൻ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ വേണി അവിടെ നിന്നിട്ട്, എന്റെ മുത്തശ്ശി, ഒരിക്കലും ഏട്ടൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല. ഗൗരിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഏട്ടന് കഴിയില്ല. നീ എന്താ വേണി പറയുന്നത്? ഒന്നും ചെയ്യാൻ അറിയത്തില്ലാഞ്ഞിട്ടാണോ ഇപ്പൊ എന്റെ മോൾ അകത്ത് കിടക്കുന്നത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. അതെ, അവക്ക് പറ്റിയ തെറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവനെ പേടിച്ച് അവന്റെ കൈ കൊണ്ട് കൊടുത്തു. ഒരു വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ലാത്തവന്റെ കയ്യില് ഞങ്ങളുടെ മോളെ കൊടുത്തതിന് ശിക്ഷയാ ഞങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ കാരണം ഇനി അവള് എന്ത് ചെയ്യും? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇപ്പൊ ഏറ്റവും സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടേണ്ട സമയം എന്റെ മോക്ക്. എന്നിട്ട് എന്റെ മോൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാ. അത് പോരാഞ്ഞിട്ട് ദേ ആദർശം ജയിലില്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പം നന്ദിനിയമ്മ പറയാ, ഇനി അവൾക്ക് ഒറ്റ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവളുടെ ജീവിതം നോക്കി അവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അവളുടെ ലൈഫ് സെറ്റിലാക്കണമെങ്കിൽ അവളുടെ ജീവിതം നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വേണി പറഞ്ഞു, നന്ദിനിയമ്മേ, ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ പറഞ്ഞ വാക്ക് അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. എനിക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ച വാക്കാണ്. ആ നന്ദിനിയമ്മയും അത് തന്നെ ആവർത്തിക്കാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മോളെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ 2 മക്കളും ജയിലിലായില്ലേ, എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ നന്ദിനിയമ്മ ഇങ്ങനെ കരഞ്ഞപ്പോ ശ്യാമു പറഞ്ഞു, മോൾ നന്ദിനി, നീ വിഷമിക്കാതെ, എന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. നീ ഒന്നും സങ്കടപ്പെടാതെ. ഇനി എന്ത് പരിഹാരമാ ശ്യാമേട്ടാ? അവളുടെ അവസ്ഥ കാണുമ്പോൾ, ആദർശിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അലമുറയിട്ട് കരച്ചിലോട് കരച്ചില്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അപ്പൊ ധ്രുവനും നവീനുമാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലും, എത്ര സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷത്തിലാണ് അവര്. മച്ചാനെ, നമ്മൾ ഇന്ന് രാത്രി ആട്ടിച്ച് പൊളിക്കും. ഇത് നമ്മളൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ ആഘോഷിക്കണ്ടേന്നോ? അതെന്ത് ചോദ്യമാടാ എന്ന് ചോദിച്ചു. നമ്മളിന്ന് പൊളിച്ചടുക്കുക. ശങ്കർ മഹാദേവൻ എന്ന വൻമരം വീണ ദിവസമാണ്. ഈ ധ്രുവനോട് കളിച്ചാല് എങ്ങനെ ഇരിക്കുമെന്ന് ഇന്നത്തോടെ അയാൾക്ക് മനസ്സിലായി കാണും. മനസ്സിലാക്കി കൊടുത്തു ഞാൻ. നവീമച്ചാനെ, നിങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിയാണ്, വെറും പൊളിയല്ല കേട്ടോ, പൊപ്പൊളി, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ അർമാദിക്കുന്നു. അപ്പൊ ഗൗരി ജയിലിൽ ഇങ്ങനെ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പം വേറെ ആൾക്കാരെ കയറ്റി അവിടെ സെറ്റിലാക്കിയല്ലോ ഇവള്.
ആൾക്കാര്. ഈ സമയത്ത് നമ്മുടെ ഒരമ്മ അവിടെ പാട്ട് പാടുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു ആദ്യം. അതായത് ഓമനത്തിങ്കൾക്കിടാവോ എന്ന് പറഞ്ഞപ്പോ കുഞ്ഞിനെ കൊന്നിട്ട് വന്ന തള്ളയാണെന്നൊക്കെ ഇവളുമാരിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ആ അമ്മ മാത്രമാണ് ഗൗരിക്ക് ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവളുമാരവിടെ വന്നിട്ട് ഈ ഗൗരിനെ ഉപദ്രവിക്കാനും അങ്ങോട്ട് അടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗൗരി അലമുറയിട്ട് കാറുന്നുണ്ട്. ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയ്ക്ക് നിലവിളിക്കുന്നുണ്ട് ജയിലില്. പക്ഷേ എങ്കില് ജയിലില് ഇവൾ സൂപ്രണ്ട് ആയതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഇവളുടെ ഒച്ച കേട്ടാ പോണ്ട, ആ വിളിച്ചിരി അനുഭവിക്കണം എന്ന് പറഞ്ഞ് എല്ലാം സെറ്റിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൗരിയുടെ സഹായത്തിന് ആരും തന്നെ ഇല്ല. അപ്പൊ ഗൗരി ആകെ എന്താ പറയാ, കുഞ്ഞിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. തന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇത് ശങ്കർ മഹാദേവന്റെയും ഗൗരി ശങ്കറിന്റെയും കുഞ്ഞാണ്. അപ്പം ഇത് ചാരങ്ങാടിന്റെ അവകാശിയാണ് എന്നുള്ള ബോധ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൗരി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ശങ്കർ ഗൗരിയെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുകയാണ്. അപ്പൊ നോക്കുമ്പോ ജയിലിലെ വേഷമൊക്കെ ഇട്ട് ഗൗരി അവിടെ വരികയാണ് കേട്ടോ. അപ്പൊ ഗൗരി എന്നൊരു വിളി ഇത് കേട്ടപ്പോഴത്തേനും ഗൗരിക്ക് എന്താ ശങ്കർ എന്ന് വിളിച്ച് ഓടി അങ്ങ് ചെന്നു. എന്നിട്ട് ആ സെല്ലിന്റെ ഇതിലിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്റെ മഹാദേവ, ഞാൻ ഇത് കാണാനാണോ ഞാൻ ആഗ്രഹിച്ചത്? ഇത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഇങ്ങനെയാണോ ഞാൻ എന്റെ ഗൗരിയെ കാണേണ്ടത്? ഇതിനു വേണ്ടിയിട്ടാണോ വടക്കുന്നത്? നിന്നെ ഞാൻ ഏത് സമയം വിളിച്ചുകൊണ്ടിരുന്നത്? നീ എന്നെ ഇത്രമാത്രം പരീക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ശങ്കർ അല്ലമുറയിട്ട് കരയണം. ശങ്കർ വിഷമിക്കല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഗൗരി പറയുന്നുണ്ട്. പക്ഷെ ഗൗരി, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ? ഒരിക്കലും അല്ല ശങ്കർ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ശങ്കറിന് പറ്റിപ്പോയതല്ലേ. എന്റെ ശങ്കർ ഇങ്ങനെയാവാൻ പാടില്ല, ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല. ശങ്കർ പഴയപടി ആവണം, എങ്കിലേ എനിക്ക് സന്തോഷമാവുള്ളൂ. പക്ഷെ ഗൗരി, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം കൂടി പറ്റുന്നില്ല. നീയും നമ്മുടെ കുഞ്ഞും എന്നെ ശപിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഈ അച്ഛനെ എന്റെ കുഞ്ഞെ ശപിക്കുന്നുണ്ടായിരിക്കോ ഗൗരി? ഒരിക്കലുമില്ല. അച്ഛനെ ഓർത്ത് അഭിമാനിക്കുക മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ്. ഒരിക്കലും ശങ്കർ അത് ഓർത്ത് വിഷമിക്കരുത്. ശങ്കർ പഴയപടി തന്നെ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം ഗൗരിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ ഗൗരിനെ അടിച്ച് തരം പറ്റിക്കാനായിട്ടാണ് ഇവളുമാരെ കൊണ്ടുവിട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുവിട്ടിരിക്കുന്ന സമയത്ത് ഇവളുമാർക്കിട്ട് ഇനി യോഗിനി അമ്മ പഠിപ്പിച്ചു കൊടുത്ത ആ വിദ്യ അത് പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇനി മുന്നിലുള്ളൂ. യോഗിനി അമ്മ പറഞ്ഞിരുന്നു ആദ്യം തന്നെ, എന്താ ഇനി ശങ്കറിന് നഷ്ടകാലമാണ്, ശങ്കർ തനിച്ച് തീർത്ഥാടനത്തിന് പോകും എന്നൊക്കെ ആദ്യം യോഗിനി അമ്മ ഒന്ന് പ്രവചിച്ചിരുന്നു. അപ്പം ശങ്കറിന്റെ ഒപ്പം ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും നീ ഉണ്ടാവും ഗൗരി എന്നും കൂടെ കൂടെ യോഗിനി അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ യോഗിനി അമ്മയെ പഠിപ്പിച്ച വിദ്യകളൊക്കെ ഗൗരിക്ക് ഇപ്പം ഉപകാരപ്പെടുകയാണ്. ഗൗരി നല്ല മാസമായിട്ട് ജയിലിൽ നിൽക്കുന്നു. അപ്പൊ ശങ്കറാണെങ്കിൽ ശങ്കറിന്റെ അവസ്ഥ വളരെ പരിതാപകരത്തിലേക്ക് അത് മാറുകയാണ്. ശങ്കർ കുടിച്ച് ഇങ്ങനെ എന്താ പറയാ നിരാശയില് വല്ലാത്തൊരവസ്ഥ. എല്ലാവരുടെയും മാനസികാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തതാണ്. ഇപ്പൊ ധ്രുവനും അവരാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലും. അങ്ങനെ നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. ഇതിനിടയ്ക്ക് വളരെ വമ്പൻ ടെസ്റ്റുകളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പം എല്ലാവരും അതിൻ്റെ എന്നത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ട് സഹായിക്കണം. അപ്പം ഇത് കൂടാതെ ഞാനിടുന്ന വിശേഷങ്ങളോട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.